കേരളത്തെ ആകെ നടുക്കിക്കൊണ്ട് ശബരിമലയിൽ നിന്നും വീണ്ടും ഒരു വൻ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആത്മീയതയുടെയും ഭരണ സ്വാധീനത്തിന്റെയും ഉന്നത കസേരകളിലിരുന്ന് അയ്യന്റെ മണ്ണിൽ അഴിമതിയുടെ കരിനിഴൽ വീഴ്ത്തിയ ആ വമ്പന്മാർ ഒടുവിൽ നിയമക്കുരുക്കിലേക്ക് വീഴുകയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, ശബരിമല തന്ത്രി അടക്കം 9 പ്രമുഖർ ഇതാ അഴിക്കുള്ളിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാകുന്നു. മുൻ ഇടതു സർക്കാരിന്റെ കാലത്ത് അരങ്ങേറിയ ഈ വൻ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഇനിയും പുറത്തുവരാത്ത ആ വലിയ സ്രാവുകൾ, വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണ്? ഇതിലും വലിയ സസ്പെൻസുകൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. നമസ്കാരം. വാർത്തകളിലെ യഥാർത്ഥ സത്യങ്ങൾ തേടിയുള്ള വിശകലനത്തിലേക്ക് സ്വാഗതം. ശബരിമലയിലെ അതിവിശുദ്ധമായ സ്വർണ്ണപ്പാളി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുയർന്ന അഴിമതി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം, അതായത് SIT, ഹൈക്കോടതിയിൽ സമർപ്പിച്ച അതീവ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടിന്റെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുനടയിലെ സ്വർണ്ണപ്പണികളുമായി ബന്ധപ്പെട്ട സകല ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും പൂർണ്ണമായും മറികടന്ന് കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയതിനു പിന്നിൽ കൃത്യമായ അഴിമതി ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ചുരുക്കി പറഞ്ഞാൽ കുടുങ്ങി എന്ന. ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത് അഴിമതിക്ക് കൂട്ടുനിന്ന ഇടതുപക്ഷ ഭരണ സ്വാധീനമുള്ള ഉന്നതരും ആത്മീയ നേതൃത്വവും ഒരുപോലെ ഈ കേസിൽ പ്രതിക്കൂട്ടിലാകുമ്പോൾ ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ഭരണഘടനാ ആചാര ലംഘനമായി മാറുകയാണ്. കൊല്ലം വിജിലൻസ് പ്രത്യേക കോടതിക്ക് കൈമാറാനിരിക്കുന്ന പുതുക്കിയ ഹൈപ്രൊഫൈൽ പ്രതിപ്പട്ടിക പരിശോധിച്ചാൽ തന്നെ ഈ കേസിന്റെ വ്യാപ്തിയും ഇതിന് പിന്നിലെ രാഷ്ട്രീയ സ്വാധീനവും ഒടുവിൽ വ്യക്തമാവും. കേസിൽ വിജിലൻസ് അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നാം പ്രതിസ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്താണ്. ഇടത് മുന്നണിയുടെ ശക്തമായ രാഷ്ട്രീയ പിന്തുണയോടെ പദവിയിലെത്തിയ വ്യക്തിയാണ് ഈ ഗൂഢാലോചനയുടെ കേന്ദ്ര ബിന്ദുവെന്ന് അന്വേഷണ സംഘം അടിവരയിട്ട് പറയുന്നു. പ്രശാന്തിന്റെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇവിടെയും തീരുന്നില്ല ഈ പ്രതിപ്പട്ടിക. ബോർഡ് അംഗങ്ങളായിരുന്ന അജികുമാർ, സന്തോഷ് കുമാർ, തിരുവാഭരണം കമ്മീഷണർ രജിലാൽ, ദേവസ്വം ബോർഡ് സെക്രട്ടറിയായ ബിന്ദു എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും ഇതിലുണ്ട്. ഭക്തരുടെ പണവും സ്വത്തും സംരക്ഷിക്കേണ്ടവർ തന്നെ കള്ളന് കഞ്ഞിവെക്കുന്ന അവസ്ഥ. ഇതിനെല്ലാം പുറമെ ആത്മീയതയുടെ കാവലാളകേണ്ട ശബരിമല തന്ത്രി കണ്ഠർ രാജീവർ മറ്റൊരു കേസിൽ കൂടി പ്രതിയാകാനുള്ള സാധ്യതകളാണ് ഈ റിപ്പോർട്ടിൽ തെളിഞ്ഞു വരുന്നത്. ഔദ്യോഗിക പദവിയിലിരിക്കെ ചട്ടവിരുദ്ധമായ സ്വർണ്ണ കൈമാറ്റത്തിന് തന്ത്രി അനുമതി നൽകുകയോ ഒത്താശ ചെയ്യുകയോ ചെയ്തു എന്ന ഗുരുതരമായ കണ്ടെത്തൽ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെ ഒന്നടങ്കം വേദനിപ്പിക്കുന്നതും പ്രകോപിപ്പിക്കുന്നതുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്വകാര്യ വ്യക്തിക്ക് ഈ സ്വർണം കൈമാറിയതിന് പിന്നിൽ കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും വിജിലൻസ് പ്രത്യേകം അന്വേഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അഴിമതിയുടെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. എന്തുകൊണ്ടാണ് 2025 ഇങ്ങനെയൊരു അട്ടിമറിക്ക് ഇവർ മുതിർന്നത്? അതിനു പിന്നിൽ കൃത്യമായ ഒരു ഭൂതകാലമുണ്ട്. കേസിന്റെ പശ്ചാത്തലം നമ്മൾ ഒട്ടേറെ പരിശോധിച്ചതാണ്. എങ്കിൽ കൂടി 2019 ശബരിമലയിലെ സ്വർണ്ണപ്പണികളുമായി ബന്ധപ്പെട്ടുണ്ടായ ഗുരുതരമായ ക്രമക്കേടുകളും വീഴ്ചകളും മറച്ചുവെക്കാനായിരുന്നു പ്രതികൾ ഈ പുതിയ നാടകം കളിച്ചതെന്ന് SIT വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ശബരിമലയിലെ തങ്കപ്പാളികളുടെയും സ്വർണത്തിന്റെയും നിറം മങ്ങിയിട്ടും ഇതിനെക്കുറിച്ച് കൃത്യമായ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ മുൻപ് നിലവിലുണ്ടായിരുന്ന ഇടത് സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് തയ്യാറായിരുന്നില്ല. അവർ ഇതിനെക്കുറിച്ച് ഒന്ന് മിണ്ടിയിട്ട് പോലുമില്ല എന്ന് തന്നെ പറയാം. കാരണം അവർക്കറിയാമല്ലോ ഇതിന്റെ പിന്നിലെ വാസ്തവം. എന്തായിരുന്നു അതിന് കാരണം? സ്വർണത്തിന്റെ ഗുണനിലവാര തകർച്ചയോ അതോ അതിൽ നടന്ന വൻ വെട്ടിപ്പോ പുറത്തറിയുന്നത് തടയാനായിരുന്നു പ്രതികളുടെ ഈ തത്രപ്പാട്. നിറം മങ്ങിയ സ്വർണ്ണപ്പാളികൾക്ക് കമ്പനിയുടെ വാറണ്ടി ഉണ്ടെന്ന വെറും സാങ്കേതികമായ ന്യായം പറഞ്ഞാണ് ചട്ടവിരുദ്ധമായി ഇവ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിക്ക് കൈമാറിയത്. ദേവസ്വം ബോർഡിന്റെയോ ഹൈക്കോടതി നിയമിച്ച ഉന്നതാധികാര സമിതിയുടെയോ യാതൊരുവിധ അനുമതിയും ഇല്ലാതെ അതീവ രഹസ്യമായി കോടികളുടെ സ്വർണം ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് കടത്താൻ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒത്തുകളിക്കുകയായിരുന്നു. പവിത്രമായ ആചാരങ്ങളെക്കാളും നിയമങ്ങളെക്കാളും ഇവർ വില കൽപ്പിച്ചത് തങ്ങളുടെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്നതിനായിരുന്നു. അധികാരത്തിലിരുന്ന കാലത്ത് പരമാവധി അങ്ങോട്ട് വാരിക്കൂട്ടി എന്ന സാരം. ഈ കേസിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്, മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില അന്തർ സംസ്ഥാന കണ്ണികളാണ്. പ്രതിപ്പട്ടികയിലുള്ള പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ തുടങ്ങിയ വ്യക്തികളുടെ സാന്നിധ്യം കേവലം ഒരു പ്രാദേശിക അഴിമതി അല്ല എന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. സ്വർണ്ണപ്പണികളുടെ മറവിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളും കള്ളപ്പണ വെളുപ്പിക്കലും നടന്നിട്ടുണ്ടോ എന്നാണ് വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത്.
പ്രതിപട്ടിക ഔദ്യോഗികമായി കോടതിയിൽ എത്തുന്നതോടെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ളവ മരവിപ്പിക്കുകയും വിശദമായ പരിശോധനയ്ക്കായി വിധേയമാക്കുകയും ചെയ്യും. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുൻ ഇടത് സർക്കാരിന്റെ ഉന്നത കേന്ദ്രങ്ങളുടെ അറിവോ ഒത്താശയോ ഇല്ലാതെ ഇത്രയും വലിയൊരു ക്രിമിനൽ ഗൂഢാലോചന ശബരിമല പോലെയുള്ള അതീവ സുരക്ഷാ മേഖലയിൽ നടക്കില്ല. അത്രത്തോളം പോലീസ് സന്നാഹങ്ങളാണ് അവിടെയുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും സെക്രട്ടറിമാർക്കും മുകളിലുള്ള വലിയ സ്രാവുകളിലേക്ക് ഈ അന്വേഷണത്തിന്റെ ചൂണ്ടുവിരൽ തീർച്ചയായും നീളുന്നുണ്ട്. വിജിലൻസിന്റെ കസ്റ്റഡി ചോദ്യം ചെയ്യലിൽ ഇവരുടെ പേരുകൾ കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊരു വൻ സ്ഫോടനത്തിനാകും നമ്മൾ സാക്ഷ്യം വഹിക്കുക. ഇപ്പോഴേ ഇടതിന്റെ കാലിടറി നിൽക്കുകയാണ്. ഇനി ഇതുകൂടി വന്നു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും ഇല്ലാതാകും. അയ്യന്റെ സ്വത്ത് കൊള്ളയടിച്ചവർ ആരായാലും അവരെ സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ ശക്തിക്കും കഴിയില്ല എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നടപടിക്രമങ്ങളിൽ വൻ വീഴ്ചയും ക്രിമിനൽ ഗൂഢാലോചനയും വ്യക്തമാണെങ്കിലും ക്ഷേത്രത്തിലെ സ്വർണം ഭൗതികമായി നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു പോയിന്റ് പിടിച്ച് കേസ് ഒതുക്കി തീർക്കാൻ പ്രതികളും അവരുടെ രാഷ്ട്രീയ യജമാനന്മാരും കിണഞ്ഞ് ശ്രമിക്കുന്നുമുണ്ട്. സ്വർണം തിരികെ കിട്ടിയല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന രീതിയിലാണ് ഇടത് സൈബർ ഇടങ്ങളിലെ വാദങ്ങൾ. അത് അവരുടെ കയ്യിലങ്ങ് വെച്ചാൽ മതി. എന്നാൽ നിയമം പറയുന്നത് മറ്റൊന്നാണ്. സ്വർണം തിരികെ ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം പ്രതികൾ ചെയ്ത ക്രിമിനൽ കുറ്റത്തിന്റെ ഗൗരവം ഒട്ടും കുറയുന്നില്ല, ചെയ്തത് ഇല്ലാതെയാകുന്നില്ല. ഔദ്യോഗിക പദവികൾ പൂർണ്ണമായും ദുരുപയോഗം ചെയ്ത് അഴിമതിക്ക് കൂട്ടുനിന്നതിനാലും നിയമപരമായ ചട്ടങ്ങൾ ലംഘിച്ചതിനാലും വിശ്വാസത്തെ ചവിട്ടി മെതിച്ചതിനാലും പ്രതികൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ കൃത്യമായി നിലനിൽക്കുമെന്ന് SIT റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടേണ്ടതെല്ലാം വാങ്ങിയിട്ടേ നിങ്ങൾ പോകൂ. സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പ്രതികൾക്ക് സാധിക്കില്ല. ഹൈക്കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ തന്നെ കേസ് അട്ടിമറിക്കാൻ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കൊന്നും ഇവിടെ സാധിക്കില്ല എന്നത് ഭക്തജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. വരും ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിലും ആത്മീയ മേഖലയിലും വൻ കൊടുങ്കാറ്റുകൾക്ക് വഴിവെക്കും എന്നുറപ്പാണ്. പ്രതിപട്ടികയിലുള്ള പ്രമുഖർ മുൻകൂർ ജാമ്യത്തിനായി കോടതികളെ സമീപിച്ചു വരികയാണ്. സമീപിക്കാനുള്ള ഒരുക്കങ്ങളും ഇതിനോടകം അവർ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ 2019 മുതലുള്ള സ്വർണ്ണ വെട്ടിപ്പും അതിൻ്റെ യഥാർത്ഥ ചുരുളടിയുകയുമുള്ളൂ. ഈ ഉറച്ച നിലപാടിലാണ് വിജിലൻസ് ഇപ്പോഴുള്ളത്. എന്തായാലും ഇനി ഒന്നും നടക്കില്ല. അവർ ചെയ്തു കൂട്ടിയതിനെല്ലാം തന്നെ തിരിച്ച് കിട്ടിയിരിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.